ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം. ഈ ഒരു സമയം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവുകയില്ല. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അല്ലെന്നാണ് കാണുന്നത്. കാരണം കുറച്ചധിക കാലമായിട്ട് നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയുന്നവരായിരിക്കാം. അപ്പം എന്തായാലും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സ് ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും. അതാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി വളരെയധികം സഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥ. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെ വിട്ടിട്ട് പോയ സ്ഥലം അത്ര നല്ലതല്ലെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് വളരെയധികം ഹാപ്പിയായി അല്ലെങ്കിൽ ഫ്രീഡം ഒക്കെ അനുഭവിച്ചായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ പോയ സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ട് ആ ഒരു വ്യക്തി വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കാം. അവിടെ എനർജി നോക്കുമ്പോൾ അവർ ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുകയാണ്, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ ഒരു വ്യക്തി അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവരുടെ സ്നേഹം കൊടുത്തിട്ടായിരിക്കാം. ശരിക്കും ആ ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു പേഴ്സണോട് ആ ഒരു ഫീലിങ്സ് ഒന്നും കാണുകയില്ല. പക്ഷേ ആ ഒരു പേഴ്സണെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ അവിടെ വളരെയധികം സഹിച്ചു നിൽക്കുകയാണ്. എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവിടെ ആ പേഴ്സൺ ചെന്നപ്പോഴായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എടുത്തു ചാടി അങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം കുറ്റബോധവും നിരാശയുമാണ്. അതായത് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. അതായത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ഡിപ്രസ്ഡ് ആണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിക്ക് അവരുടെ സമയവും സ്നേഹവും എല്ലാം കൊടുത്തൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഓർത്തിട്ടുള്ള ഒരു കുറ്റബോധമായിരിക്കാം. നിങ്ങൾ ആ ഒരു സമയം എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹം തോന്നുകയാണ് ഈ ഒരു സമയം. കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ ഒരു പേഴ്സൺ. ഈ ഒരു പേഴ്സൺ കരുതുന്നത് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എത്ര കാലം വേണേലും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ.
അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല. പക്ഷെ ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും മൂവ് ഓൺ ചെയ്ത് വരണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് എങ്ങനെയും രക്ഷപ്പെട്ട് വരണം. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ആ ഒരു വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ്സും ഇല്ല അവിടെ നിന്നിട്ട്. പിന്നെ നിന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ആ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും അവിടെ നിന്ന് എസ്കേപ്പായി വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അതായത് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. കാരണം അവരുടെ പാസ്റ്റ് ലൈഫിൽ അവർ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു പവർ ഈ ഒരു തേർഡ് പാർട്ടിക്കുണ്ട്. കാരണം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് മൂർച്ചയുള്ള വാക്കുകളായിരിക്കാം. അതായത് ആ ഒരു പേഴ്സണെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പായി വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഈ ഒരു പേഴ്സണ് ഭയമുണ്ട്, എങ്ങനെ അത് സാധ്യമാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവിടെ നിന്ന് എസ്കേപ്പ് ആവണമല്ലോ, ഈ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് എങ്ങനെ സാധ്യമാകും എന്നുള്ള രീതിയിൽ ഓർത്ത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം സങ്കടവും ഭയവുമാണ് ഉണ്ടാകുന്നത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മൂൺ കാർഡ് കിട്ടിയത്. വളരെയധികം സങ്കടവുമുണ്ട്, അതുപോലെ തന്നെ ഭയവുമുണ്ട്, അതാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ട് കാണുന്നു. അതായത് ആ ഒരു വ്യക്തി ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഈ ഒരു സമയം മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ആക്ഷൻസ് എല്ലാം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. കാരണം വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് ഓൾറെഡി ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു തകർന്നു പോയ ജീവിതം ശരിയാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്താണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അത് നിങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഫ്യൂച്ചർ എനർജിയിൽ കാണുന്നത്, അതായത് നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എനർജിയിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അതാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഈ ഒരു സമയം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ഓർത്തിട്ട്. എനിക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരു ഡിസിഷനിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ നിന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് ഓർത്ത് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു റീബർത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതിലൊരു വെളിച്ചം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിനക്ക് തരാനായിട്ട് ഞാനിനി വരുന്നതാണ്. അതായത് ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട്. നിങ്ങളിൽ ആരോ ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളായിരുന്നു അവരുടെ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. എനിക്കതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വളരെയധികം ഇപ്പോൾ ഒരു വാല്യുബിളായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പക്ഷേ ആ ഒരു ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം തുടങ്ങണം എന്നുള്ളത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് പറയുന്നത്, അതായത് നിങ്ങൾ നല്ല പ്രവൃത്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വേദനിപ്പിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നല്ല ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചതിച്ച സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം ഒരു കർമ്മ ആ ഒരു പേഴ്സൺ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത ആ ഒരു പാപമൊന്നും, അതായത് അതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതെല്ലാം അനുഭവിക്കാതെ തിരിച്ചു വന്നാൽ എങ്ങനെ അതൊരു ജസ്റ്റിസ് ആവും? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു സാഹചര്യം എല്ലാം അനുഭവിച്ച്, എന്തൊക്കെയാണോ നിങ്ങളോട് തെറ്റ് ചെയ്തത് ആ ഒരു കാര്യങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരും ഒരു ജസ്റ്റിസുമായി. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആവുക. കാരണം കൂടുതൽ എൻഗേജ്ഡ് ആവുക. കാരണം നിങ്ങൾ ഇമോഷണലി വീക്ക് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം പേഴ്സണെ ആലോചിച്ചിട്ട് നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ ലൈഫിൽ തോറ്റുപോയല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഈ ഒരു സമയം, അതായത് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സ്, നിങ്ങൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതായത് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ അരുതാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം തന്നെ മാറുന്നതാണ്. അതായത് ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ കറങ്ങി തിരുമ്പോൾ എന്നും നമുക്കങ്ങ് ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദുഃഖം ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്കൊരു സന്തോഷം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. എപ്പോഴും നമ്മളെ ദുഃഖത്തിൽ തന്നെ ദൈവം ഇട്ടേക്കത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ അപ്പുറത്തൊരു സന്തോഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിലുള്ള ആ ഒരു സ്ട്രെസ്സും ഡിപ്രഷനും എല്ലാം ഒഴിവാക്കുക. അതായത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്ലൂസ് നോക്കാം. 47,
ഫോട്ടോഗ്രാഫി വിത്തിൻ 72 hours, വിത്തിൻ 24 hours. ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം, ലെറ്റർ ജി, 2 months. വൃശ്ചികം 51, ഉത്രാടം നമ്പർ 30, ലെറ്റർ എം, ചതയം, ധനു, കുംഭം, ബേക്കർ 2023, ട്രിവാൻഡ്രം, മിഥുനം, പൂയം നക്ഷത്രം, സോൾമേറ്റ് കണക്ഷൻ 57, യെസ് പോസിബിൾ 1978, 1979, 35, 1974, മെറൂൺ നമ്പർ 3, നമ്പർ 12, 1975, 39, 1 month. ടുമോറോ 1988, ചെന്നൈ, പൂരാടം നക്ഷത്രം 1995, ജൂൺ, ഡൽഹി 1996, ഓഗസ്റ്റ്, ആലപ്പുഴ, ഇൻഡിഗോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പിയല്ല. എങ്ങനെയും അവിടുന്ന് എസ്കേപ്പായി വരണം നിങ്ങളുടെ അരികിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു.